നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിന് മിന്നലേറ്റു. ഇൻഡിഗോ വിമാനത്തിനാണ് മിന്നലേറ്റത്. അഗർത്തലയിലേക്കുള്ള വിമാനത്തിനാണ് മിന്നലേൽക്കുന്ന സാഹചര്യമുണ്ടായത്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ വെച്ചാണ് സംഭവമുണ്ടായത്. കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരുന്ന ഇൻഡിഗോ വിമാനത്തിലാണ് ശക്തമായ ഇടിമിന്നൽ പതിച്ചത്. ഏകദേശം 147 യാത്രക്കാരുണ്ടായിരുന്ന വിമാനത്തിലാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായത്. യാത്രക്കാർക്ക് ആർക്കും യാതൊരു പരിക്കുകളും സംഭവിച്ചില്ല എന്നത് ആശ്വാസകരം. കൊൽക്കത്തയിൽ നിന്നും ത്രിപുര തലസ്ഥാനമായ അഗർത്തലയിലേക്ക് പുറപ്പെടാനിരിക്കുകയായിരുന്നു ഇൻഡിഗോ വിമാനം. വെള്ളിയാഴ്ച രാവിലെ കൊൽക്കത്തയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടായി. ഇടിമിന്നലോടുകൂടിയ മഴയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഇൻഡിഗോ വിമാനത്തിൽ അപകടം സംഭവിച്ചത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതർ അറിയിച്ചതനുസരിച്ച് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് എന്ന് അവർ വ്യക്തമാക്കി. മിന്നലേറ്റുവെങ്കിലും മനുഷ്യജീവനൊന്നും യാതൊരു രീതിയിലുള്ള അപായവും സംഭവിക്കാതെ ഒരു കരുതൽ അവിടെ ഉണ്ടായി. വെള്ളിയാഴ്ച രാവിലെ കൊൽക്കത്തയിൽ കനത്ത ഇടിമിന്നലും മഴയും തുടരുന്നുണ്ട്. എയർപോർട്ട് ഓപ്പറേഷൻസ് കൺട്രോൾ സെന്റർ മുൻകൂട്ടി കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു. രാവിലെ ഏകദേശം 9:25 വിമാനത്താവളത്തിലെ 56L എന്ന എയറോ ബ്രിഡ്ജിന് സമീപം യാത്രക്കാരുമായി പുറപ്പെടാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് മിന്നലേൽക്കുന്ന സാഹചര്യമുണ്ടായത്. 6E6068 എയർബസ് A320 വിമാനത്തിൽ ആ സമയത്ത് 141 യാത്രക്കാരും 6 ജീവനക്കാരും ഉണ്ടായിരുന്നു. ആകെ 147 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. മിന്നലേറ്റതിനെ തുടർന്ന് വിമാനത്തിൻ്റെ പവർ സിസ്റ്റത്തിൽ പെട്ടെന്ന് തന്നെ തകരാറ് സംഭവിച്ചു. പെട്ടെന്ന് തന്നെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും യാത്രക്കാരൊക്കെ വലിയ രീതിയിൽ ആശങ്കയിലായി. ഉത്കണ്ഠയുടെ നിമിഷങ്ങളായിരുന്നു. എന്ത് സംഭവിക്കുന്നുവെന്നറിയാതെ വലിയ രീതിയിൽ അവർ പരിഭ്രാന്തരായി. അപകടത്തെ തുടർന്ന് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും ജീവനക്കാർ ചേർന്ന് സുരക്ഷിതമായി താഴെ ഇറക്കുകയും ചെയ്തു. വിമാനം കൂടുതൽ സുരക്ഷാ പരിശോധനകൾക്കായി ഗ്രൗണ്ട് ചെയ്തു. തുടർന്ന് ഇൻഡിഗോ എയർലൈൻസ് യാത്രക്കാർക്കായി മറ്റൊരു വിമാനം സജ്ജീകരിച്ചു. ഉച്ചയ്ക്ക് 12:50 ഈ ബദൽ വിമാനത്തിൽ യാത്രക്കാരെ അഗർത്തലയിലേക്ക് എത്തിച്ചു. എന്തായാലും ആർക്കും യാത്ര മുടങ്ങിയിട്ടില്ല, ആർക്കും അപായവും സംഭവിച്ചിട്ടില്ല. സമയോചിതമായ ഇടപെടലുകൾ കാരണം വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഒഴിവാവുകയും മാത്രമല്ല ഈ യാത്രയൊന്നും മുടങ്ങാതെ അവരെയൊക്കെ വേഗത്തിൽ തന്നെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനും സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിമാനത്തിനുള്ളിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും മിന്നലേൽക്കുന്ന സമയത്ത് വിമാനത്തിന് പുറത്ത് റൺവേയിൽ ജോലി ചെയ്തിരുന്ന 2 ഗ്രൗണ്ട് സ്റ്റാഫ് അംഗങ്ങൾക്ക് ചെറിയ രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടായി. ഉടൻ തന്നെ ഇവർക്ക് വൈദ്യ പരിശോധനകൾ നൽകുകയും ചെയ്തു. അതിനായി സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രാഥമിക ചികിത്സ നൽകി. ഇവരും പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ മുതൽ കൊൽക്കത്തയിലെ സമീപ ജില്ലകളിൽ കനത്ത മഴയാണ്. നഗരത്തിലെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്കത്തിനും കനത്ത ഗതാഗത കുരുക്കിനും കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളും കൊൽക്കത്തയിലും ദക്ഷിണ ബംഗാളിലും ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.